എല്ലാം ഒളിച്ചും പതുങ്ങി ഒരു രീതിയാണ് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ് ഈ മുതിർന്ന വലിയ മെഗാ സ്റ്റാർസൊക്കെ അത് ചോദിക്കാത്തത്? അവരെ ഇടപെടണമെന്ന് വെച്ചാൽ ചിലപ്പോൾ പക്ഷേ എന്തൊക്കെ ആയിക്കൊണ്ട് പെട്ടെന്ന് വിചാരിച്ചിട്ടാണോ എന്നറിയില്ല. പക്ഷെ അതല്ല, അതിനപ്പുറത്തേക്ക് പോയി. ഒരു കാര്യം ഞാൻ പറയാം, ഇപ്പോഴാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. തുടക്കത്തിൽ എന്നോട് പണ്ട് ഇലക്ഷൻ സമയത്ത് സരയുവിനെയും അൻസിബയും ഡെഫിനറ്റ്ലി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ കൊണ്ടുവരണം എന്ന് വാദിച്ച ഒരാളായിരുന്നു ടിനി. പിന്നെ അവിടെ നിന്ന് ടിനി ടോം ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് പറയുമ്പോൾ എന്താണ് അത്ര ഒരു മാറ്റം ഉണ്ടായതിനെപ്പറ്റി എനിക്കറിയില്ല. എൻ്റെ പൊന്നെ, ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ 5-6 ക്യാമറ വേണ്ട ഒരു സ്ഥലത്ത് ഒരു 10-30 ക്യാമറയുണ്ട്. ഇതാരോ പറഞ്ഞതിലോട്ട് പണ്ടുള്ളവർ പറയുന്നത് CBI CID ED എന്നൊക്കെ പറഞ്ഞ പല രഹസ്യ സംഭവങ്ങൾ നടക്കുന്നത് വെക്കുന്നത് പോലെ ഒരുപാട് ക്യാമറകൾ. ബാത്റൂമിലോട്ട് പോകുന്ന ഇടനാഴിയിൽ വരെ ക്യാമറയാണ്. ഒറ്റ പരിഹാരമേ ഉള്ളൂ. ഒന്നുമില്ലെങ്കിൽ ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി 17 പേരെ ഇറക്കി തൂത്തുപോലെ കളയുക. രണ്ടാമത് ഇലക്ഷൻ വെക്കട്ടെ, അല്ലേ? മൊത്തം സംഘടന പിരിച്ചു വിട്ടിട്ട് വേറെ ഇലക്ഷൻ വെക്കണം. ഇതും വെച്ചുകൊണ്ട് തുടരാൻ ഞങ്ങൾക്ക് ആർക്കും താല്പര്യമില്ല. അപ്പോൾ ഇത്രയും ബോൾഡായിട്ട് വന്നൊരു ക്യാമറയുടെ മുമ്പിൽ ആ കുട്ടി പറയണമെങ്കിൽ കാര്യമായിട്ട് ആ കൊച്ചിൻ്റെ മനസ്സിൽ ഏതാണ്ടൊക്കെ വിഷം കുത്തി വെച്ചിട്ടുണ്ട്. സത്യം ഞാൻ തുറന്നു പറയണം, പുറത്തോട്ടിറങ്ങാൻ വയ്യ. അല്ല, അതുകൊണ്ട് അതിന് എത്രയും വേഗം മമ്മൂട്ടി സാറും മോഹൻലാൽ സാറും ഒരു പരിഹാരം ഉണ്ടാക്കണം. അതന്നെയാണ് എനിക്കും തോന്നിയ കാര്യം. കാരണം എന്ന് വെച്ചാൽ ഒരു ദിവസത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ, അല്ലെങ്കിൽ 2 ദിവസം ഒരു മോശം എക്സ്പീരിയൻസ് ഉണ്ടോ, ഒരു പെങ്കുച്ച് വന്നിരുന്നിട്ട് ഇതേപോലെ ക്യാമറയുടെ മുമ്പിൽ ഒരു ഭയമില്ലാതെ, ഒരു സങ്കോചമില്ലാതെ പറയില്ല. ഇങ്ങനത്തെ പല കാര്യങ്ങളും പറയില്ല. കാരണം ഇങ്ങനെ ഒരു ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഒരു വ്യക്തി, പ്രത്യേകിച്ച് പുള്ളിക്കാരുടെ ദൃശ്യം 3 എന്ന് പറഞ്ഞ സിനിമ നല്ല ഗംഭീരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അത്രയും മോശം എക്സ്പീരിയൻസ് പുള്ളിക്കാരിക്ക് പല തവണകളായിട്ട് സംഭവിച്ചുകൊണ്ടായിരിക്കാം പുള്ളിക്കാരി ഇപ്പോൾ ഇവിടെ വന്ന് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, എന്തുകൊണ്ട് ഇത്രയും പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായപ്പോൾ മുട്ടിയായാലും മോഹൻലാലായാലും ഇതിനെതിരെ ഒരു വിരല് പോലും അനക്കുന്നില്ല, അല്ലെങ്കിൽ ഇതിനെതിരെ ഒന്നും സംസാരിച്ച് ഇതുവരെ നമ്മൾ കേട്ടിട്ടില്ല, അല്ലേ? ഓക്കെ, അവർ ഉണ്ടായിരുന്ന സമയത്ത് ഒരു ബൾബ് മാറ്റിയിരുന്നത് പോലും അദ്ദേഹം അറിയാതെ ആരും ചെയ്യാറില്ല എന്നൊരു പ്രസ്താവന ആരോ പറഞ്ഞത് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയും സംഭവങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ പുള്ളിക്കാരന്മാർ ഒന്നും പറഞ്ഞിട്ടില്ല, ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ അവിടെ വെച്ചേക്കുന്ന ക്യാമറകളുടെ കാര്യം പറയണ്ടായിരുന്നു. ആർക്കും വിശ്വാസമില്ല, അത്രയൊക്കെ തന്നെയുള്ളൂ ഇതിന്റെ ഈ കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവണേ. ആർക്കും വിശ്വാസമില്ല. എന്തും അവിടെ സംഭവിക്കാം എന്ന് തലപ്പത്തിരിക്കുന്ന ആൾക്കാർ, അത് ആരുടെ ഭരണകാലത്താണോ അത് സ്ഥാപിച്ചിരിക്കുന്നത്, അവർക്ക് നല്ല ബോധം ഉണ്ടായിട്ടുണ്ട് ഈ അകത്തിരിക്കുന്ന ആൾക്കാരെ കുറിച്ചിട്ട്. അതുകൊണ്ടായിരിക്കാം ബാത്റൂമിലേക്ക് പോണ വഴിക്ക് പോലും ക്യാമറ വെച്ചേക്കണേ. ബാത്റൂമിൽ വെച്ചില്ലല്ലോ, അതെന്റെ വലിയ കാര്യം.